ഓണസ്റ്റ് ഞാൻ സത്യമായിട്ട് പറയുന്നത് ദീപിക വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് ആ ഗ്രീൻ റൂമിൽ. ഒരു കുഞ്ഞൊരു ബുക്കും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരും. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നതും അതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിലാണ്. ആ വാതിലാണ് നമ്മുടെ 2 ഐബ്രോസുകൾ. ഈ 2 ഐബ്രോസുകൾക്കിടയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന 2 ഭാഗമാണ് 2 കണ്ണുകൾ. ഞാൻ ഭയങ്കര ഡെസ്പാണ് താനും. രാത്രി ആയാലും എനിക്കിത് ചെയ്യാതിരിക്കാൻ പറ്റും. കരഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഫേസ് വാഷ് ചെയ്ത് സ്കിൻ കെയറും ചെയ്തിട്ടേ കിടന്ന് ഉറങ്ങുള്ളൂ കേട്ടോ. അന്നത്തെ കാലത്ത് ഒരു ട്രാൻസ്പോസിനെ സംബന്ധിച്ച് ഞാനൊരു ഗുഡ് സെക്സ് വർക്കറായി മാറിയേക്കാം. ഹായ് ഓൾ, കൃജ ഹിയർ. ഇന്ന് എൻ്റെ കൂടെ കാൻഡി ടോക്സിൻ്റെ ഫ്ലോറിലുള്ളത് ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം രഞ്ജുമറാണ്. രഞ്ജു, വെൽക്കം ടു ദ ഫ്ലോർ. 24 വർഷത്തെ ഈ ജേണി കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു പുറകിലോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ? ഫസ്റ്റ് ഓഫ് ഓൾ പ്രൗഡ്. സെക്കൻഡ്, ഞാൻ എന്താഗ്രഹിച്ചോ അവിടെ എനിക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസം. കേരളത്തിൻ്റെ ഫസ്റ്റ് സെലിബ്രിറ്റി ആൻഡ് ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. എങ്ങനെയാണ് ഈ മേക്കപ്പ് എന്ന് പറഞ്ഞ ഫീൽഡിലോട്ട് എത്തിയത്? ഞാൻ പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുള്ളതാണ്, വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും. കാരണം എൻ്റെ ഒന്നും കാലഘട്ടത്തിൽ അങ്ങനെ ഒരു മേക്കപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടോ അങ്ങനെ ഒന്നുമുള്ള ഒരു സാഹചര്യം ഇല്ലായിരുന്നല്ലോ. ഞാൻ എറണാകുളത്തെത്തി കുറേ കാലം കഴിഞ്ഞിട്ട് എനിക്ക് ജീവിക്കാനുള്ളൊരു കച്ചിത്തുരുമ്പെന്ന നിലയിലാണ് ഈ മേക്കപ്പ് ഫീൽഡ് എൻ്റെ മുമ്പിലേക്ക് വന്ന് വീഴുന്നത്. പണ്ടാരണ്ട് പറഞ്ഞതുപോലെ പൊട്ടക്കണ്ണ മാവിലെറിഞ്ഞതുപോലെ കുറച്ച് മാങ്ങ വീണു. അങ്ങനെ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതാണ്. ഐ ഡോണ്ട് നോ, മേ ബി ഞാൻ അതിൽ ഉറച്ചു വിശ്വസിക്കുന്ന അമ്മയുടെ നിരന്തരമായ പ്രാർത്ഥന, എൻ്റെ അർപ്പണ മനോഭാവം അല്ലെങ്കിൽ ആത്മവിശ്വാസം. അന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കാനായിട്ട് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ട ഒരു കാലഘട്ടമായിരുന്നു. മനുഷ്യരെ സംബന്ധിച്ച് അതിനേക്കാളും ഒരു ട്രാൻസ്പോസനായ ഞാൻ അന്നത്തെ കാലത്ത് ഇങ്ങനൊരു വേർഡ് പോലും വന്നിട്ടില്ല, പ്രചരിച്ചിട്ടില്ല. എന്താണ് എന്നുള്ളത് ആൾക്കാർക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ഒരു വല്ലാത്തൊരു ക്യൂരിയോസിറ്റി എന്നതിനേക്കാൾ ഉപരി ഒരുതരം സംശയ ദൃഷ്ടിയോടുകൂടി നോക്കിക്കാണുന്നൊരു കാലഘട്ടമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെയുള്ള എനിക്ക് ഇങ്ങനൊരു മേഖലയിലേക്ക് വരിക അത്ര ഈസി അല്ലായിരുന്നു. വഴിതെറ്റി വന്നു എന്ന് പറഞ്ഞു. വഴി തെറ്റിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ശരിക്കും എന്തായിരുന്നേനെ? അല്ലെങ്കിൽ ഇപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ എന്താ ആഗ്രഹം എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ സെലക്ട് ചെയ്യുന്ന വേ ആണ് നമുക്ക് ലൈഫിൽ എന്താകുമെന്നുള്ളത് അല്ലേ. അത് ഒരുപക്ഷെ ഞാൻ ചൂസ് ചെയ്തത് നന്നായിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതർവൈസ് അന്നത്തെ കാലത്ത് ഒരു ട്രാൻസ്പോസിനെ സംബന്ധിച്ച് ഞാനൊരു ഗുഡ് സെക്സ് വർക്കറായി മാറിയേക്കാം. കാമാത്തിപുരത്തോ ഹൈദരാബാദിലോ ഡൽഹിയിലോ എവിടെയോ ഉള്ള ഒരു സ്ട്രീറ്റിൽ ജീവിക്കുന്ന ഒരു ട്രാൻസ്പോസനായിട്ട് ഞാൻ മാറുമായിരിക്കും. സോ അതല്ലാണ്ട് എനിക്ക് വേറെ എൻ്റെ കയ്യിൽ വേറെ നിവൃത്തികൾ ഒന്നുമില്ല, വേറെ ചൂസ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. ബട്ട് ഞാൻ അന്നും ഇന്നും ഉറച്ചു വിശ്വസിച്ച് ഞാൻ എന്നിൽ അർപ്പണ മനോഭാവത്തോടു കൂടി ഞാൻ എന്നെ തന്നെ സ്ട്രോങ് ആക്കിയിട്ടുള്ളൊരു കാര്യം, എൻ്റെ ബോഡി ഒരിക്കലും ടൂൾസ് ആക്കില്ല. അങ്ങനെ ടൂൾസാക്കി ജീവിക്കേണ്ടുന്ന ഒരവസ്ഥ എനിക്ക് വരരുതേ എന്നായിരുന്നു അന്നത്തെയും പ്രാർത്ഥന, ഇന്നത്തെയും പ്രാർത്ഥന, ഇനി അങ്ങോട്ടുള്ളയും പ്രാർത്ഥന. കൊല്ലം ഫാത്തിമ മാതാ കോളേജിലാണ് പഠിച്ചിരുന്നത്. എന്ത് കോഴ്സാണ് ചെയ്തിരുന്നത്? ശരിക്കും SSLCക്ക് 347 മാർക്കായിരുന്നു എനിക്ക്. അപ്പം ഞാൻ പഠിച്ച് എൻ്റെ റിസൾട്ട് വരുമ്പം എൻ്റെ പരിസരത്തുള്ള എന്നോടൊപ്പം പഠിച്ച മിക്കവരും ഫെയിലായി. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ജയിച്ചു, അതും സെക്കൻഡ് ക്ലാസ്. 347 മാർക്ക്, 13 മാർക്കിനാണ് എനിക്ക് ഫസ്റ്റ് ക്ലാസ് പോയത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് എന്നെ അഡ്വക്കേറ്റ് ആക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അഡ്വക്കേറ്റ് ആക്കണമെന്ന്. പക്ഷേ എൻ്റെ സ്കൂൾ ജീവിതത്തിൽ എൻ്റെ അധ്യാപകർ പറഞ്ഞു കേട്ടുമൊക്കെ ഉള്ളത് എനിക്ക് പൈലറ്റ് ആകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു.
എനിക്ക് അറിയില്ല പൈലറ്റ് ആകാൻ എന്ത് ചെയ്യണതിനെ പറ്റിയൊന്നും അറിയില്ല. ചുമ്മാ ഡോക്ടർ ചോദിക്കല്ല, എൻ്റെ ടീച്ചേഴ്സ് ചോദിക്കുമ്പോൾ ആരാകണം പഠിച്ച് വലുതാകുമ്പോൾ എനിക്ക് പൈലറ്റ് ആകുന്ന ഇഷ്ടമാണ്. ഈ പൈലറ്റുമാരെ ഞാൻ കണ്ടിട്ടില്ല, എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. പൈലറ്റ് വിമാനം പറത്തിക്കുന്ന ആളാണെന്ന് മാത്രമേ എനിക്കറിയാം. അന്നത്തെ ഒരു ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ അത്രയല്ല ഉള്ളൂ. അപ്പൊ അതായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ പിന്നെ എനിക്കുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ അധ്യാപിക ആകുക എന്നുള്ളത് വലിയ ആഗ്രഹം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ SSLCക്ക് പഠിക്കുന്ന സമയത്ത് എൻ്റെ പരിസരത്തുള്ള കുഞ്ഞു കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുക്കുമായിരുന്നു. ട്യൂഷൻ എടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരു അധ്യാപിക ആകുക എന്നുള്ള ഒരു ഇഷ്ടവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഫാത്തിമയിൽ ചേർന്നു. പക്ഷെ എൻ്റെ കൊമേഴ്സ്. പക്ഷെ എനിക്ക് എന്താ പറയാ കംപ്ലീറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല, വീട്ടിലെ സാഹചര്യങ്ങളും പറ്റിയില്ല. നമുക്ക് കുറച്ച് മുന്നോട്ട് വരാം. വിൽസ് ഇന്ത്യ ഫാഷൻ വീക്കിൽ എനിക്ക് തോന്നുന്നു അംബിക പിള്ള ആണ് അസിസ്റ്റ് ചെയ്തിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ എക്സ്പീരിയൻസ്? ഈ അംബിക പിള്ള ആരാണെന്നോ ഏതാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഒരു ദിവസം ഞാൻ യാദൃച്ഛികമായിട്ടൊരു ഇൻ്റർവ്യൂ വായിക്കുവാണ്, ഒരു ആർട്ടിക്കിൾ വായിക്കുന്നു. ഒരു ആർട്ടിക്കിൾ വായിക്കുമ്പോൾ അംബിക പിള്ള മലയാളിയാണ്, ഐശ്വര്യ റായിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ. അപ്പോൾ ഒരു മലയാളി ഐശ്വര്യ റായിയുടെ പേഴ്സണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഓ മൈ ഗോഡ്. എനിക്ക് അന്നേരം മുതൽ ഇങ്ങനെ ക്യൂരിയോസിറ്റി ആയി. അപ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് വളരെ ക്ലോസ്, അതായത് എനിക്ക് അന്നും ഇന്നും എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്നുള്ള രീതിയിൽ എന്നെ ശാസിക്കുകയും ഒക്കെ, എനിക്ക് എൻ്റെ ഒരു തെറ്റ് കണ്ട ഉടനടി എന്നെ വിളിച്ച് ചീത്ത പറയുന്ന ഒരാളാണ് ചന്ദ്രചേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന ഗോവിന്ദേട്ടൻ. ഗായത്രി ഗോവിന്ദ് എന്ന് പറഞ്ഞൊരു പ്രശസ്ത നർത്തകിയുടെ അച്ഛനാണ്. അപ്പം ഞാൻ ആ മോൾക്ക് എപ്പോഴും മേക്കപ്പ് ചെയ്യാൻ പോകാറുണ്ട്. അപ്പോൾ ഒരു ദിവസം ഗായത്രിക്ക് ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ പറഞ്ഞു ഇതൊന്നും അല്ല എൻ്റെ ലക്ഷ്യം, എൻ്റെ ലക്ഷ്യം അങ്ങ് ബോളിവുഡ് ആണെന്ന് പറഞ്ഞു. അപ്പം ഗായത്രി ചിരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഐശ്വര്യ റായിയുടെ മുടിയിലൊന്ന് തൊടണം, അപ്പം അവരുടെ കൂടെ വർക്ക് ചെയ്യണം. കാരണം അന്നത്തെ ഇന്ത്യൻ സൗന്ദര്യം എന്ന് പറയുന്ന ഐശ്വര്യ റായി ആണല്ലോ. അപ്പോൾ ഈ ഐശ്വര്യ റായിയെ കാണണം, ഐശ്വര്യ റായിയെ മേക്കപ്പ് ചെയ്യണം, ഇതൊക്കെയാണ് എൻ്റെ ഡ്രീം. അപ്പോൾ ഗോവിന്ദേട്ടൻ ഇത് മേക്കപ്പ് ചെയ്യുന്ന കണ്ടോണ്ടിരിക്കുക. അപ്പം ഗോവിന്ദേട്ടൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു നിനക്ക് ഐശ്വര്യ റായിയെ തൊടാൻ പറ്റുമോ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷെ ഞാൻ ഐശ്വര്യ റായിയെ മേക്കപ്പ് ചെയ്യുന്ന ആളെ വേണമെങ്കിൽ ഞാൻ പരിചയപ്പെടുത്തരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അംബിക പിള്ള? അതെ, എൻ്റെ മുറപ്പെണ്ണാണെന്ന് പറഞ്ഞു. ഓ മൈ ഗോഡ്. എനിക്കത് പിന്നെ എന്താ അവിടെ സംഭവിക്കുന്നത് എനിക്കറിയത്തില്ല. ഞാൻ അംബിക മാമിൻ്റെ അടുത്തെത്തി, ഐശ്വര്യ റായിയുടെ അടുത്തെത്തി, എൻ്റെ മൈൻഡ് അങ്ങോട്ടേ പോയി. പക്ഷേ ഗോവിന്ദേട്ടൻ വാക്ക് പാലിച്ചു. ഗോവിന്ദേട്ടൻ വെറും ഒരു വാക്കല്ല പറഞ്ഞത്, ഗോവിന്ദേട്ടൻ വാക്ക് പാലിച്ചു. ഗോവിന്ദേട്ടൻ എൻ്റെ അംബിക മാം കേരളത്തിൽ വന്ന സമയത്ത് ഒന്ന് പോയി കാണാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പം ഞാൻ വിളിച്ചു, അംബിക മാം കാണാൻ പറ്റിയില്ല, അംബിക മാം ബിസി ആയിരുന്നു ഇവിടെ. അപ്പോൾ തിരിച്ചു പോകുന്ന സമയത്ത് എന്നോട് പറഞ്ഞു എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞു, കൊച്ചിൻ എയർപോർട്ടിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എയർപോർട്ടിൽ ചെന്നു. മാമു ഡൊമസ്റ്റിക്കിൽ കയറുന്നതിന് മുമ്പായിട്ട് പുറത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചെന്ന് കണ്ടു. ഞാൻ ഇവിടെ അന്ന് വരെ ചെയ്തിരുന്ന കുഞ്ഞു കുഞ്ഞു മാഗസിൻ കവർ പേജ് ഫോട്ടോസൊക്കെ കാണിച്ചു. ഞാൻ പറഞ്ഞു മാം ഇതാണ് എൻ്റെ ഇവിടുത്തെ വർക്ക്. പറഞ്ഞു എക്സലൻറ്റ് വർക്ക്, കീപ് ഇറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാലും എനിക്ക് മാമിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് വർക്കുകളൊക്കെ ഒന്ന് കാണാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു നെക്സ്റ്റ് വീക്കിൽ വിൽസിൻ്റെ ഫാഷൻ വീക്ക് നടക്കുന്നുണ്ട് ഡൽഹിയിൽ, അപ്പം നിൻ്റെ ഒരു ഫോട്ടോ തരാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പം അന്നത്തെ കാലത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിന്റെ പുറകിൽ ഫോട്ടോ വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, പെട്ടെന്ന് അത് ഊരി എടുത്തിട്ട് ഈ ഫോട്ടോ ഞാൻ കൊടുത്ത് അംബിക മാം പോയി. അതിനുശേഷം എന്ത് സംഭവിക്കുന്നതൊന്നും എനിക്കറിയില്ല. പിന്നെ കുറച്ച് ദിവസം ഗോവിന്ദേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഡൽഹിയിലേക്ക് ചെല്ലൂ, ഇങ്ങനെ എല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് ട്രെയിൻ കയറി ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. റെയിൽവേ സ്റ്റേഷനിൽ അംബിക മാമിൻ്റെ കാറ് വന്ന് അവിടെ നിന്ന് എന്നെ പിക്കപ്പ് ചെയ്ത് എനിക്കൊരു ഫ്ലാറ്റ്, ഈ ഇത്രയും 7 ദിവസം നിൽക്കാനായിട്ട് എനിക്കൊരു ഫ്ലാറ്റും എല്ലാ ദിവസവും പോയി വരാനായിട്ട് ഒരു ഡ്രൈവറും കാറും എല്ലാം. നേരെ ഫ്ലാറ്റിൽ പോകും, റെഡിയാകും, അംബിക മാമിൻ്റെ സലൂണിൽ വരും, ഗ്രൂപ്പ് എല്ലാവരും കൂടി വണ്ടിയിൽ കയറും, പോകും. നല്ല ജോളിയായിട്ട് ആ വിൽസ് ഇന്ത്യ ഫാഷൻ വീക്ക് എൻ്റെ ലൈഫിലെ ആദ്യത്തെ വേൾഡ് ഫാഷൻ മേഖലയാണ്. അപ്പം ഞാനിങ്ങനെ ഒരു ക്യൂരിയോസിറ്റിയിൽ, കാരണം നമ്മളിവിടെ മിസ് കേരള അങ്ങനെയുള്ള പരിപാടി ഫാഷൻ ഷോസുകളൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എന്താ പറയുക ബോളിവുഡിൻ്റെ അഭൗമ്യ സൗന്ദര്യങ്ങൾ, അതായത് ജോൺ എബ്രഹാം, ബിപാഷ ബസു, ഐശ്വര്യ റായി, അന്നത്തെ മിസ് ഇന്ത്യ ദിയ മിർസ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ ഇങ്ങനെ നമ്മുടെ മുമ്പിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ മേക്കപ്പ് റൂമിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് അപ്പം ലാംഗ്വേജിൽ ഞാൻ ഫ്ലോപ്പാണ്.
അപ്പോൾ അവിടെയാണ് ആദ്യമായിട്ട് ഞാൻ ദീപിക പദുക്കോണിനെ കാണുന്നതും പരിചയപ്പെടുന്നത്. അപ്പം ദീപിക വരുമ്പം ഇതിപ്പോൾ കേൾക്കുന്നവരെ കാണുന്നവരെ പറയും അവൾ തള്ളു തുടങ്ങിയെന്ന് പറയും. പക്ഷേ ഓണസ്റ്റ്ലി ഞാൻ സത്യമായിട്ട് പറയുന്നത് ദീപിക വരുമ്പോൾ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് വൈബാണ് ആ ഗ്രീൻ റൂമിൽ. ഒരു കുഞ്ഞൊരു ബുക്കും പിടിച്ചോണ്ട് ഇങ്ങനെ വരും, ഒരു 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 ടോംബോയ് പോലത്തെ അങ്ങനെ വരും. ആരുമായിട്ടും അങ്ങനെ അധികം സംസാരമൊന്നുമില്ല, ഫുൾ ടൈം ബുക്ക് വായനയാണ്. ഒന്ന് നോക്കി വന്ന് ചിരിക്കും. അപ്പം എനിക്കറിയാവുന്ന രീതിയിലെല്ലാം ഞാൻ എല്ലാ ദിവസവും ദീപികയായിട്ട് ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ദീപിക ഇരുന്ന് ചിരിക്കും. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ ദീപിക ഞാൻ സംസാരിക്കും, ദീപിക ഇങ്ങോട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് പകുതി മനസ്സിലാകും, അങ്ങനെയൊക്കെ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു വിൽസ് ഇന്ത്യ ഫാഷൻ വീക്ക്. ലൈഫിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത 2 വ്യക്തികളാണത്. ഒന്ന് ഗോവിന്ദേട്ടൻ വഴി എനിക്ക് അംബിക മാമിനെ കാണാൻ കഴിഞ്ഞു. അംബിക മാം വഴി എനിക്ക് ഇത്രയും സെലിബ്രിറ്റീസിനെ കാണാൻ കഴിഞ്ഞു. ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി വിൽസ് ഇന്ത്യ ഫാഷൻ വീക്കിൽ. അതായിരുന്നു ഒരു വലിയ തുടക്കം. അതെ. ഓക്കെ, ഇപ്പം സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇപ്പോൾ കേരളത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തോ, ഞാനിപ്പോൾ കേരളം എടുക്കുകയാണെങ്കിൽ ഇവിടെയുള്ള പകുതിയിലധികം സെലിബ്രിറ്റീസിനെ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു ബെസ്റ്റ് സ്കിൻ അല്ലെങ്കിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് ബെസ്റ്റ് സ്കിന്നുള്ള ഒരു സെലിബ്രിറ്റി ആരായിരിക്കും? എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 10 ഇയേഴ്സിൽ ഇപ്പം മോസ്റ്റ്ലി എല്ലാവരും സ്കിൻ കെയർ നന്നായി ചെയ്യുന്നവരാണ്. എല്ലാവർക്കും സ്കിന്നിൻ്റെ കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആണ്. എൻ്റെ സ്കിൻ അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം അങ്ങനെ ചിന്തിക്കുന്നവരാണ്. ബട്ട് എൻ്റെ ഇതിൽ വിഷ്ണുപ്രിയ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു, കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കമ്മത്തിൽ മമ്മൂക്കാട് കൂടെ ഒക്കെ ചെയ്തിട്ടുള്ള പളുങ്ക് പോലിരിക്കുന്ന സ്കിന്നാണ്. ശരിക്കും അത്ര ക്ലിയർ സ്കിന്ന് ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ മമത മോഹൻദാസ്, മമതയുടെ സ്കിന്നും സൂപ്പർ സ്കിന്നാണ്. പിന്നെ എന്താ പറയാ, ഇപ്പൊ എല്ലാവരും തന്നെ സ്കിന്നിന്റെ കാര്യത്തില് പണ്ടത്തെ പോലെയല്ല. പണ്ടൊക്കെ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം രംഭ, പഴയ നടി രംഭ, അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പല ആർട്ടിസ്റ്റുകളുടെ സ്കിൻ അങ്ങനെ അവരുടെ ജനറ്റിക്കലി കിട്ടിയിരിക്കുന്ന സ്കിന്നാണ്, അവരതിന്റെ മുകളിലോട്ട് കുറവാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിനുള്ളിൽ നമുക്കിവിടെ എന്താ പറയാ ഡെർമറ്റോളജിസ്റ്റുകൾ ക്ലിനിക്കുകൾ തുടങ്ങി. പിന്നെ കുറെ കാര്യങ്ങൾ എല്ലാവരും കൊളാജിനെ പറ്റി ഇപ്പൊ സംസാരിക്കുന്നു. സത്യം, ശരിയാണ്. ഇപ്പോൾ മേക്കപ്പിൻ്റെ കാര്യം പറയുവാണെങ്കിൽ എല്ലാവരും പറയും രഞ്ജുവിൻ്റെ ഐ മേക്കപ്പിന് ഒരു പ്രത്യേക ഭംഗിയാ എന്ന് ഇങ്ങനെ എല്ലാവരും പറയും. എനിക്കും തോന്നിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ മേക്കപ്പ് ചെയ്യുന്നവരുടെ ഫോട്ടോസ് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ണിലോട്ട് ശ്രദ്ധിച്ചു. എങ്ങനെയാണ് ഒരാളെ മേക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ, അത് സെലിബ്രിറ്റിയോ ബ്രൈഡോ ആരും ആയിക്കോട്ടെ, മേക്കപ്പ് ചെയ്യാൻ വരുമ്പോൾ ഐ മേക്കപ്പ് ചൂസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഞാൻ എപ്പോഴും എത്രയും സട്ടിലാക്കി ചെയ്യാൻ പറ്റുമോ അത്രയും സട്ടിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു കണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ടാണല്ലോ നമ്മുടെ ബോഡിയിൽ. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോട് പറയുന്നതും അതാണ്. ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് നമ്മുടെ വീടിൻ്റെ മെയിൻ വാതിലാണ്. ആ വാതിലാണ് നമ്മുടെ 2 ഐബ്രോസുകൾ. ഈ 2 ഐബ്രോസുകൾക്കിടയിൽ ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന 2 ഭാഗമാണ് 2 കണ്ണുകൾ. അപ്പോൾ ഇതിനെ നമ്മൾ എത്രത്തോളം ഭംഗിയാക്കുന്നോ അത്രത്തോളം നമുക്ക് അട്രാക്ഷൻ കൂടി വരും. അപ്പം ഐഷാഡോസിൻ്റെ ഉപയോഗം ഏത് തരത്തിൽ വേണം എന്ന് ഇപ്പോൾ ചിലർ പറയും, ഇപ്പോൾ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഐഷാഡോസ് ഇടുക എന്നൊക്കെ ഇങ്ങനെ പലരും ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അത് എത്രത്തോളം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ടൂ മച്ച് കളേഴ്സുകൾ ആഡ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ ഉപരി അവരുടെ സ്കിൻ കളറിന് യോജിച്ച ഐഷാഡോസുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടായിരിക്കാം. ഓക്കെ, ഇപ്പം ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കരിയറിൽ ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ ഓക്കെ അത് ആലോചിച്ച് ഞാൻ ഭയങ്കര പ്രൗഡാണ്, എങ്ങനെയാണ് ഞാനത് ഓവർകം ചെയ്ത് എന്നാലോചിക്കുന്ന ചലഞ്ചിങ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മൊമെന്റ് ഒന്ന് ഷെയർ ചെയ്യാമോ? കുറേ ഉണ്ട്, കുറേ ഒരു എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ പറയാനുണ്ട്. ഫിലിം ഇൻഡസ്ട്രിയിലാണെന്നുണ്ടെങ്കിലും വെഡ്ഡിങ് സ്റ്റൈലുകളിലാണെന്നുണ്ടെങ്കിലും
ഇപ്പം ചില ഇടങ്ങളിൽ ചെല്ലുമ്പം അപ്പം ഞാനിപ്പോൾ കുറച്ച് മുമ്പേ പറഞ്ഞല്ലോ ഒരു 10 ഇയേഴ്സായിട്ട് നമ്മുടെ കേരളത്തിലെ സെലിബ്രിറ്റീസുകളാണെങ്കിലും സാധാരണ പെൺകുട്ടികളാണെങ്കിലും ഒക്കെ ബ്യൂട്ടി കോൺഷ്യസ് ആണ്. ബട്ട് ചില ഇടങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ചില പെൺകുട്ടികളുടെ സ്കിന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിൽ ഡാമേജ് ആയിരിക്കും. അത്ര ഡാമേജ് ആയിട്ടുള്ള സ്കിന്നുകൾ ഇപ്പം ആ സ്കിന്നുകളെ മേക്കപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷനോടുകൂടിയല്ല നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈലാണല്ലോ. അപ്പോൾ ആ ഒരു വർക്ക് നമ്മൾ ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നമ്മൾ എന്തായാലും അപ്ലോഡ് ചെയ്യണം. നമ്മുടെ പ്രൊഫൈൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യണമല്ലോ. എന്നതുവരെ നമ്മൾ ഓരോ വർക്കിന് പോകുമ്പോഴും ഇതിങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പ്രതീക്ഷകളാണ്. പക്ഷെ കേരളത്തിലെ പെൺകുട്ടികളെ കയ്യിലെല്ലാം ബോളിവുഡ് ആർട്ടിസ്റ്റുകളുടെ റെഫറൻസുകളാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ ആരാണ്, നമ്മുടെ സ്കിന്നിന് അത് യോജിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് കട്ടിന് അത് യോജിക്കുമോ എന്നല്ല വിചാരിക്കുന്നത്. അവരുടെ ഡ്രീം ഡേയിലെ ആഗ്രഹം സക്സസ് ആക്കുക എന്നുള്ളത് അത് നമുക്കൊരിക്കലും അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ചില കുറേ ടാസ്ക് പരിപാടികൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 1 അവർ കൊണ്ട് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ സെലിബ്രിറ്റികളെ ഷൂട്ടാണെന്നുണ്ടെങ്കിൽ സിനിമ ഷൂട്ടാണെങ്കിൽ എനിക്ക് 20 മിനിറ്റ്സ് മതി. വെറും 20 മിനിറ്റ്. ഇപ്പം ഞാൻ നവ്യ നായർ സുരേഷ് ഗോപി ചെയ്ത മൂവിയിലാണെന്നുണ്ടെങ്കിൽ അവർ വന്ന് ചോദിക്കുക എത്ര മിനിറ്റ് വേണം, 20 മിനിറ്റ്സിനുള്ളിൽ ഞാൻ റെഡിയാക്കി തന്ന കറക്റ്റ് 20 മിനിറ്റ്സിനുള്ളിൽ ഞാൻ ആർട്ടിസ്റ്റിനെ കൊടുക്കും. ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഫഗസ് ഫാസിൽ ചെയ്യുന്നൊരു മൂവി ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അതിലാണെന്നെങ്കിൽ ഞാൻ പറയും എനിക്കൊരു 20 മിനിറ്റ്സിന് മുമ്പ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ റെഡിയാക്കി വിട്ടോളാം എന്ന് പറയും. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. പക്ഷേ ഇത്തരം കോംപ്ലിക്കേഷൻസുകൾ വരുമ്പോൾ ദൈവമേ സർവ്വദൈവങ്ങളെ എനിക്ക് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നറിയത്തില്ല. ഖത്തറിൽ നിന്ന് വന്നൊരു കുട്ടിയായിരുന്നു. അപ്പം ഞാൻ പത്തനംതിട്ടയിലുള്ള കുട്ടിയാണ്. അപ്പോൾ ഖത്തറിൽ നിന്ന് വന്ന് ആ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യാനായിട്ട് പോയി. മേക്കപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. കുറേ കഴിഞ്ഞിട്ടും എനിക്ക് ഐ മേക്കപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല. ബേസ് എവിടെ ഇട്ടിട്ടും എനിക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ശരിക്കും ഈ സ്കിന്ന് റിയാക്ട് ചെയ്യുക. എന്താ സംഭവം എന്ന് അറിയത്തില്ല. ആ കുട്ടിക്ക് എൻഗേജ്മെന്റ് ചെയ്ത ആളാണ് ഞാൻ. അപ്പോൾ വെഡ്ഡിങ് ഡേയിൽ എനിക്ക് മേക്കപ്പ് ചെയ്തപ്പം സ്കിന്ന് റിയാക്ട് ചെയ്യുന്നു. ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊരി പോലെ വരുന്നു. എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടി സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടൊരു ക്രീം അപ്പോൾ അത് തലേ ദിവസവും കൂടി ഈ കുട്ടി ഇട്ടിരിക്കുന്ന ഇതെന്താ അതിനകത്ത് സ്റ്റിറോയിഡ് അടങ്ങുന്ന ക്രീമുകളല്ലേ, നമ്മുടെ സ്കിന്ന് വലിച്ചു പോവുകയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാനിങ്ങനെ സത്യം പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ. ദൈവത്തിനാണ് സത്യം. ഞാൻ അവിടെ നിന്നും കൊണ്ട് ഞാനൊരു ഹിന്ദുവാണ്. ഹിന്ദു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ ഹിന്ദു മതത്തിൽ വിളക്ക് കത്തിക്കലും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കഴിയുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ ആ സമയം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പാട്ട് പാടി. സത്യമായിട്ട് ടെൻഷൻ അടിച്ചിട്ട്. കാരണം എനിക്ക് അത് കഴിഞ്ഞിട്ട് അങ്കമാലിയിൽ എത്തണം, എനിക്ക് അടുത്ത വർക്കിന് ഇവിടെ എത്തണം, എനിക്ക് സമയം പോവുകയാണ്. മുഹൂർത്തത്തിനാണ് ക്രിസ്ത്യൻ വെഡിങ് ആയിരുന്നു. അപ്പൊ എനിക്ക് അതിന് വിടണം, അത് വിട്ടിട്ട് അങ്കമാലിൽ എത്തണം. അപ്പൊ ഞാനിങ്ങനെ പരിശുദ്ധാത്മാവെ വിളിച്ച് പാട്ട് പാടിയിട്ട് ഞാനിങ്ങനെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. സത്യമായിട്ട് എൻ്റെ കൂടെ എൻ്റെ മോളുണ്ടായിരുന്നു, ഹരണി ഉണ്ടായിരുന്നു. അപ്പോൾ ഹരണിയും പറയും അമ്മ എന്താ അവിടെ നടന്ന അത്ഭുതമൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ നിൽക്കുമ്പം ലൈഫിലെ ഏറ്റവും ഒരു ഇൻസ്പിറേഷൻ തോന്നുന്നത് ആരെ ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ ആരാണ് ഭയങ്കര ഇൻസ്പിറേഷൻ? I don't have any inspired persons, any role models. എൻ്റെ റോൾ മോഡൽ, എൻ്റെ ഇൻസ്പിറേഷൻ എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ പുസ്തകം വായിക്കും. മദർ തെരേസ, പ്രിയങ്ക ചോപ്ര, മഹാത്മാഗാന്ധി, കലാംജി, പിന്നെ കുറേ അംബേദ്കറുടെ പുസ്തകം, കുറേ പുസ്തകങ്ങൾ വായിക്കും. പക്ഷേ അതിന് സുഭാഷ് ചന്ദ്രബോസിൻ്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നല്ല നമുക്ക് ചില ഏരിയകളിൽ ചെല്ലുമ്പോൾ സംതിങ് റിലേറ്റഡ് ആവും. ഇത് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടോ, ഇത്തരം സിറ്റുവേഷനിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. രേഖയുടെ ബോളിവുഡ് ആർട്ടിസ്റ്റ് രേഖയുടെ പുസ്തകം വായിക്കണം. അതെനിക്ക് ജാൻമണി തന്നതാണ്. അപ്പം ആ പുസ്തകം വായിച്ചാൽ അത് വായിച്ച് തീരുന്നതിനകത്ത് നമ്മൾ കരയും. കരയാതെ ആ പുസ്തകം വായിച്ച് തീർക്കാൻ പറ്റത്തില്ല. ഓക്കെ, മനസ്സിലായി. ഇപ്പം മേക്കപ്പിൻ്റെ കാര്യം എടുക്കാം. ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ മേക്കപ്പ്, അതുപോലെ ബ്രൈഡ്സിൻ്റെ മേക്കപ്പ്, ഇത് രണ്ടും തമ്മിൽ മെയിനായിട്ട് വരുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒരു സെലിബ്രിറ്റിയുടെ മേക്കപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അപ്പം അത് ക്യാരക്ടറാണ്.
ഒരു സിനിമ ചെയ്തിട്ട് പെട്ടെന്ന് പിറ്റേന്ന് എനിക്കൊരു കല്യാണ മേക്കപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് രണ്ടും ഭയങ്കര വ്യത്യാസമാണ്. നമുക്കവിടെ ഐ മേക്കപ്പ് ഇറങ്ങണം, മൊത്തത്തിൽ ഇനി ഇറങ്ങണം. അപ്പം 20 ദിവസത്തെ കണ്ടിന്യൂസ് ഷൂട്ടിന്റെ ഇടയിലായിരിക്കും പണ്ട് ഞാൻ ഒരു ബ്രൈഡ് വരുന്നത്. അപ്പം ഞാൻ ഹൈദരാബാദിൽ മമത മോഹൻദാസിന്റെ രുദ്രങ്കി എന്ന് പറയുന്ന തെലുങ്ക് മൂവി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെ സൺഡേ ഷൂട്ടില്ല. അപ്പം എവരി സാറ്റർഡേയിൽ 6 o'clock എല്ലാ ദിവസവും 6 o'clock ഷൂട്ട് തീരും. 6 മണിക്ക് പാക്കപ്പാണ്. അപ്പം ഈ 6 മണിക്ക് പാക്കപ്പ് എന്ന് പറഞ്ഞ ഉടനെ ഞാൻ സെറ്റിൽ നിന്ന് ഡയറക്റ്റ് ഞാൻ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. എയർപോർട്ടിൽ 8:50 ഒരു ഫ്ലൈറ്റ് ഉണ്ട് കേരളത്തിലേക്ക്. ആ ഫ്ലൈറ്റിൽ ഞാൻ ഇവിടെ വരും. ഇവിടെ വന്നിട്ട് സൺഡേ ഞാൻ ബ്രൈഡ്സിന് മേക്കപ്പ് ചെയ്തിട്ട് മൺഡേ ഏർലി മോർണിംഗ് 5 o'clock ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ആ ഫ്ലൈറ്റിന് ഞാൻ ഹൈദരാബാദിലെത്തും. അവിടുന്ന് നേരെ ഞാൻ സെറ്റിലേക്ക് പോകും. അങ്ങനെ ചെയ്യുന്ന അപ്പം നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ രുദ്രങ്കി എന്ന് പറയുന്ന ഒരു മൂവി എന്ന് പറയുന്നത് അത്രയും ക്ലാസ് മൂവിയാണ്. അപ്പം അതിൽ നിന്ന് ഇറങ്ങി നമ്മൾ കുറേ എലാബറേറ്റ് ചെയ്ത സംഭവങ്ങൾ ചെയ്യണം. ഐ മേക്കപ്പ് ചെയ്യണം, ഐബ്രോസ് ഷാർപ്പാക്കണം, ഹെയർ സ്റ്റൈലിങ് വ്യത്യാസം വരണം, ലിപ്പ് കോണ്ടോറിങ് ചെയ്യണം. ഇപ്പോൾ ആർട്ടിസ്റ്റിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ അവരെന്താണോ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ദാറ്റ്സ് നോട്ട് എ ഫാൻസി ഡ്രസ്സ്. അപ്പം നമ്മളിവിടെ സം ടൈംസിൽ ബ്രൈഡ്സിന് നമ്മൾ ഫാൻസി ഡ്രസ്സിലേക്ക് കൊണ്ടുവരേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം ടു മച്ച് ഐലാഷ് വെക്കണം, കോണ്ടാക്ട് ലെൻസ് വെക്കണം, പിന്നെ ഐബ്രോ ബേസ് ലെയർ ഇങ്ങനെ പോകണം. അപ്പം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചെന്ന് നമുക്ക് ആ സ്കിൻ ടോണിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് ഇങ്ങനെ ഡൂവി മേക്കപ്പാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സട്ടിലായിട്ട് അങ്ങ് പോകും. ഇപ്പം അംബിക മാമിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫാഷൻ വീക്കില് സഞ്ജന ജോണിനെ അസിസ്റ്റ് ചെയ്തായിരുന്നു. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സഞ്ജന അറിയത്തില്ലേ? സഞ്ജന ജോൺ ആരാന്നറിയില്ലേ? സഞ്ജന ജോൺ നമ്മുടെ KJ യേശുദാസ് സാറിന്റെ യേശുദാസ് സാറിന്റെ റിലേറ്റീവ് ആണ്. സഞ്ജനയുടെ അമ്മ കേരളത്തിലെ ആദ്യത്തെ ബ്യൂട്ടീഷ്യനാണ്. കേരളത്തിലെ ആദ്യത്തെ ബ്യൂട്ടീഷ്യനാണ് സഞ്ജന ജോണിന്റെ അമ്മ. അപ്പം ഞാനുമായിട്ട് ഭയങ്കര ഒരു ബോണ്ടിങ് ആണ്. അതായത് എനിക്ക് തോന്നുന്നു ഇന്റർനാഷണൽ ഫാഷൻ വീക്ക് കൊച്ചിയിൽ നടക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സഞ്ജന ജോണിനെ പരിചയപ്പെടുന്നത്. അപ്പോൾ സഞ്ജനയ്ക്ക് ഒരു പ്രൊഫൈൽ ഷൂട്ട് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ എന്നെ സജസ്റ്റ് ചെയ്തു. ഞാൻ അവിടെ ചെന്നു. അന്നേരം വരെ എനിക്ക് സഞ്ജന മലയാളിയാണോന്നൊന്നും എനിക്കറിയത്തില്ല. അവിടെ ചെന്ന് പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ ചെല്ലുമ്പം നമ്മുടെ വിജയ് യേശുദാസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ വിജയായിട്ട് നല്ല കമ്പനിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, വിജയ് എന്താ അവിടെ? അതെൻ്റെ ചേച്ചിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞു. ആര്? സഞ്ജന. മലയാളിയാണോ? അപ്പം അങ്ങനെ ഒരു ബോണ്ടിങ് ഉണ്ടായി. ഭയങ്കര ഒരു സ്നേഹമായി. ഇപ്പോഴും ഇപ്പൊ ഡൽഹിയിൽ പോയാൽ എനിക്ക് നേരെ സഞ്ജനിച്ചിയുടെ വീട്ടിലേക്ക് പോകാം, അവിടെ പോകാം. അത്രയും നല്ലൊരു ഫ്രീഡം ഉള്ളതാണ്. സഞ്ജനിച്ചിയുടെ അമ്മയാണെങ്കിലും അതുപോലെ സ്നേഹമാണ്. അപ്പൊ സഞ്ജനിച്ചിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് ഞാൻ കങ്കണ റണൌത്തിനെ മേക്കപ്പ് ചെയ്യുന്നത്. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ ഫാഷൻ വീക്ക് നടക്കുക. കങ്കണ റണൌത്ത്, നഗ്മ, പിന്നെ ബോളിവുഡിൽ നിന്ന് കുറേ സെലിബ്രിറ്റീസുകൾ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പേർക്ക് എനിക്ക് സഞ്ജനയുടെ ടീമിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ബോളിവുഡിലുള്ള കുറേ പേര് മേക്കപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ? അല്ല, എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ഇന്നും തങ്ങി നിൽക്കുന്ന ഒരു വർക്കുണ്ട്. എനിക്ക് എപ്പോഴും അതിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു പ്രൗഡ് തോന്നുന്ന ഒരു വർക്കുണ്ട്. മധുബാലയ്ക്ക് ചെയ്തത് ബോംബെയിൽ പോയി ഞാൻ ചെയ്ത ഒരു വർക്കായിരുന്നു. അതെനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടിയ ഒരു വലിയൊരു അവാർഡിന് തുല്യമായിട്ടാണ് മധുബാല മാമിന്. കാരണം ഞാൻ മധുബാല മാമിൻ്റെ കൂടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, തമിഴ് മൂവി. നസ്രിയ, ദുൽഖർ സൽമാൻ, പിന്നെ മധുബാല മാം ചെയ്തിരിക്കുന്ന ആരോഗ്യം സംസാരത്തിന് ഹാനികരം. ആ മൂവി ചെയ്യുന്ന സമയത്ത് ഞാനും മധുബാല മാം നല്ല ഫ്രണ്ടായി. അങ്ങനെ ഫ്രണ്ടായി ഞങ്ങൾ ഫോൺ നമ്പറൊക്കെ കൈമാറി വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, അന്നത്തെ കാലത്ത് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിട്ടുള്ള അച്ചുവിൻ്റെ ഫാഷൻ മാഗസിൻ ഷൂട്ടിന് വേണ്ടിയിട്ട് ഞങ്ങൾ ബോംബെയിൽ പോകുമ്പോൾ ബോംബെയിൽ ഞങ്ങൾ ചെന്നിട്ട് മധുബാല മാമിൻ്റെ വീട്ടിൽ ഞങ്ങളെ കൊണ്ടുപോയി. മധുബാല മാമോ ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തന്ന്
അത്ര ഒരു ഭയങ്കര ഒരു എന്താ പറയാ സിൻസിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് മധുബാല. എന്നിട്ട് മധുബാല മാമിന്റെ ഒരു മേക്കപ്പ് റൂം ഉണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഡ്രസ്സിംഗ് റൂം പോലെ അടിപൊളി മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുക. എന്നിട്ട് ഞാൻ എൻ്റെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല രഞ്ജു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാം ഇപ്രാവശ്യം എൻ്റെ പ്രോഡക്റ്റ് ഒന്ന് ഞാൻ യൂസ് ചെയ്യട്ടെ, എന്നിട്ട് കൊള്ളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാമിന് മേക്കപ്പ് ചെയ്ത് അവരെൻ്റെ അടുത്ത് ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട്. ഒരു മെസ്സേജ് അയച്ചാൽ ഉടനെ തന്നെ എനിക്ക് റിപ്ലൈ തരും, വീട്ടിലെ വിശേഷങ്ങൾ പറയും. നമുക്ക് മധുബാല മാമുമായിട്ട് നല്ലൊരു കോണ്ടാക്ട്സ്. ഇപ്പോൾ ഡോറ ബ്യൂട്ടി വേൾഡിന്റെ കാര്യം എടുക്കാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു കേരളത്തിലും ഇന്ത്യക്ക് പുറത്തും ഉണ്ട് ഡോറ. എങ്ങനെയാണ് അതിന്റെ ഒരു വളർച്ച? എത്ര നാളെ ശരിക്കും ഡോറ സ്റ്റാർട്ട് ചെയ്തിട്ട്? ഡോറ തുടങ്ങിയിട്ട് 5 വർഷമേ ആയിട്ടുള്ളൂ. 5 വർഷത്തിലാണ് ഇത്രയും ആക്സിഡന്റലി സംഭവിച്ചതാണ് ഡോറ എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിനകത്തൊരു ഒരു മേക്കപ്പ് സ്റ്റുഡിയോ അല്ലെങ്കിൽ ഒരു അക്കാഡമി ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെ പ്ലാന്. ഒരിക്കലും ഒരു സലൂൺ ബേസിലേക്ക് പോകുക എന്നുള്ളത് എനിക്ക് ഒട്ടും പറ്റില്ലായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് എനിക്ക് ഡോറ ബ്യൂട്ടി വേൾഡ് തുറന്നു കിട്ടുന്നത്. അപ്പം എനിക്ക് അവരോടെന്ന് പറയാനുള്ളത് എന്താ പറയുക, എൻ്റെ ലൈഫിൽ അവരെ ഞാൻ എൻ്റെ ലൈഫ് തന്നെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുകയാണ്. കാരണം അത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു മേഖലയാണ്. അപ്പം അത്രയും ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ 3500 സ്ക്വയർ ഫീറ്റിൽ അങ്കമാലി KSRTC ബിൽഡിങ്ങിൽ ഒരു വലിയ സലൂൺ ഉണ്ടാക്കുക, അതിനോട് ചേർന്ന് ഏകദേശം 3000 സ്ക്വയർ ഫീറ്റ് തന്നെയുള്ള അക്കാഡമി ചെയ്യുക, അതിലൊരു ലാബ് ഉണ്ടാക്കുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരിക്കലും എൻ്റെ സാമ്പത്തിക ചുറ്റുപാടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം JSR ട്രെൻഡി ഫാഷൻ എന്ന് പറയുന്ന കമ്പനിയാണ് എനിക്കതിന് ഫണ്ടിങ് ചെയ്യുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഒരിക്കലും എനിക്ക് അവരെ ആ ഒരു താങ്ക്സ് ലൈഫിൽ എന്നും ഉണ്ടാവും. ശരി. ഇപ്പം ഒരുപാട് പേര് രഞ്ജുവിനെ ഇൻസ്പയർ ചെയ്തിട്ട് മേക്കപ്പ് ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അവരോട് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? സത്യസന്ധമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ പുറകെ സാമ്പത്തികം വന്നോളും. നമ്മൾ സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് ഓടി വർക്ക് ചെയ്യരുത്. നമ്മൾ സത്യസന്ധമായി നമ്മുടെ ലൈഫാണ്, നമ്മുടെ പാഷനായിട്ട് കാണണം. അപ്പം പലരും ആരുടെയും കഞ്ഞിയിൽ നമ്മൾ പാറ്റി പിടിച്ചിടണ്ട. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഇടം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഇടം നമ്മുടേത് തന്നെയായിരിക്കും. അത് നമുക്ക് തന്നെ ഉള്ളതാണെങ്കിൽ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ നമുക്ക് എന്താ വേണ്ടുന്നത്? പ്രോഡക്റ്റ് നോളജ് ഉണ്ടാകണം, അപ്ഡേഷൻ ഉണ്ടായിരിക്കണം. അപ്പം ഈ 5 തരം സ്കിൻ ടൈപ്പിൽ നിന്ന് നമുക്ക് 110ഓളം സ്കിൻ കളേഴ്സ് ഡെവലപ്പ് ആവുന്നുണ്ട്. അപ്പോൾ ഈ 110ഓളം സ്കിന്നുകൾ കളേഴ്സുകൾ എവിടെ കിടക്കുന്നു? ഈ 5 തരം സ്കിൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഇത്തരം സ്കിന്നുകളിൽ ഉപയോഗിക്കേണ്ട പ്രോഡക്റ്റുകൾ ഏതൊക്കെയാണ്? ഇത്തരം പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഗുണം കിട്ടുന്നത്, എന്താണ് റിവേഴ്സ് അടിക്കുന്നത്? ഇതിനെപ്പറ്റി നമ്മൾ ആധികാരികമായിട്ട് പഠിച്ചിരിക്കണം. ഇതെല്ലാം അടച്ചു വെച്ചിരിക്കുന്ന ഒരു മേഖലയായിരുന്നു ഇത്. ആരുടെയൊക്കെ സ്വകാര്യ സ്വത്താണ് ഈ മേഖല, ഞങ്ങളുടേതാണ് അടക്കി വെച്ചിരുന്ന ഒരു മേഖലയിലാണ് ഇന്ന് ഒരുപറ്റം കഴിവുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കടന്നു വന്നിരിക്കുന്നത്. ഒരു പറ്റൊന്നല്ല, കേരളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പുലികളാണ്. ശരിയാണ്. കേരളത്തിൽ ഈച്ച് ആൻഡ് എവരി വൺ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പുലികളാണ്. സോ ബോളിവുഡിൽ നിന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നാലും നമ്മുടെ കേരളത്തിലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ നമ്പർ 1 പൊസിഷനിലെത്തും. ഇനി നമ്മുടെ സോഷ്യൽ മീഡിയയിലോട്ട് വരാം. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു റീൽ എടുത്തിടുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫണ്ണായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ ചിലപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞാൻ ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇതൊക്കെ വായിച്ചിട്ട് എങ്ങനെ ഇത്ര കൂളായിട്ടിരിക്കാൻ പറ്റണേ എനിക്ക് തോന്നാറുണ്ട്. കാരണം ചിലപ്പോൾ വായിക്കുമ്പോൾ എനിക്ക് വിഷമമാവും. അപ്പോൾ അത് ശരിക്കും ഫേസ് ചെയ്യുന്ന ആൾക്ക് എത്രത്തോളം വിഷമം, ഞാൻ എന്നെ പറ്റി ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. കുന്നു കുലുങ്ങിയാലും ഡാഷ് കുലുങ്ങില്ല എന്ന് പണ്ടുള്ളവർ പറയും. അതൊരു വേർഡാണ്, അതാണ് ഞാൻ മനസ്സിലായില്ലേ? കാരണം ഈ എറണാകുളം ജില്ലയിൽ 24 വർഷങ്ങൾക്ക് മുമ്പ് വരുമ്പോൾ 10-17 വയസ്സുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. മനസ്സിലായോ? ആ വ്യക്തിക്ക് ആ സമയത്ത് ഈ സ്ത്രൈണ സ്വഭാവവും കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ റോഡിൽ കൂടി നടക്കുമ്പോൾ എൻ്റെ പുറകെ കൂടി വന്നിട്ട് ഓട്ടോറിക്ഷയിൽ കാലുകൊണ്ട് എന്നെ ചവിട്ടിയിട്ടിട്ട് പോയവരുണ്ട്. ഞാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തലയിൽ അടിച്ചിട്ട് പോയവരുണ്ട്, പിടിച്ച് തള്ളിയിട്ട് പോയവരുണ്ട്. അതെല്ലാം എൻ്റെ സ്ത്രൈണത കൊണ്ട് എനിക്ക്
നേരിടേണ്ടി വന്നതാ. മനസ്സിലായോ? ഒരു ചായക്കടയിൽ പോയി നമുക്കൊരു ചായ കുടിക്കാൻ പറ്റത്തില്ല. എനിക്കില്ലാത്ത മാസ്കുലിൻ പവർ ഞാൻ അവിടെ കാണിക്കണം. ഇങ്ങനെ ആണുങ്ങൾ നിൽക്കുന്ന പോലെ ഇങ്ങനെ നെഞ്ചൊക്കെ വിരിച്ച് ഇങ്ങനെ പറയണം. ഈ ചായ പകുതി എത്തുന്നതിന് മുമ്പ് ഞാനായി മാറും പറഞ്ഞാവും. അപ്പൊ അവിടെ നിന്നും കൊണ്ട് ഉടനെ അടുത്ത കമന്റ് വരും. ഇങ്ങനെ തലക്കിട്ട് തോണ്ടും, അല്ലെങ്കിൽ ഇങ്ങനെ പുറകെ കൂടി ഇങ്ങനെ തോണ്ടും. ഇന്നത്തെ കാലത്താണെങ്കിൽ നമുക്കിങ്ങനെ കൈ ചൂണ്ടാനുള്ള സ്വാതന്ത്ര്യം വന്നിട്ടുണ്ട്. ബട്ട് അന്ന് അങ്ങനെയല്ല. മനസ്സിലായോ? ആ സമയം എന്ന് പറയുന്നത് സോ ഡിഫിക്കൽട്ട്. ആ ഡിഫിക്കൽറ്റിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അത്രയും ഞാൻ അനുഭവിക്കാവുന്നുണ്ടെങ്കിൽ, അത്രയും ഞാൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ കാണുന്നത് എനിക്ക് വെറും എന്താ പറയുക, എനിക്ക് എൻ്റെ ദേഹത്തൊരു ഒരു മുല്ലമൊട്ട് വീഴുന്നത് പോലെ തോന്നുന്നു. ഇപ്പം സ്കിന്നിനെ പറ്റി ഒരുപാട് അറിയുന്ന ആളാണ്. അപ്പം ഇപ്പൊ പുതിയ വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് പോലും, എനിക്കിപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. കുറേ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത സ്കിന്ന് നന്നാവും, അല്ലെങ്കിൽ കുറേ ടോണർ, കുറേ സിറം, ഇതൊക്കെ വാരി തേക്ക്, ഇതൊക്കെയാണ് എന്തൊക്കെയാണോ നമ്മൾ ഇൻഫ്ലുവൻസേഴ്സോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്നതോ ഗൂഗിളിൽ കാണുന്നതോ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കും. ചിലതൊക്കെ പണി തരും, പിമ്പിൾസ് വരും, പിമ്പിൾ മാർക്സ് വരും, അവസാനം ഡോക്ടറെ കാണാനും ഓടും. ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക എല്ലാവർക്കും ഉണ്ട്. ചിലർ പറയും ചെയ്താൽ നമുക്ക് പറ്റണ പ്രൊഡക്ട്സിനെ നമ്മൾ കണ്ടുപിടിക്കാമെന്നും പറയുന്നവരുണ്ട്. ശരിക്കും ഒരു സാധാരണ കുട്ടി, അത് എന്ത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ, സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ചൊരു സ്കിൻ കെയർ ടിപ്സ് ഒന്ന് പറഞ്ഞുതരാമോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. എത്രത്തോളം വെള്ളം കുടിക്കുന്നോ അത്രത്തോളം നമ്മുടെ സ്കിന്ന് ദെൻ ആഫ്റ്റർ 20-25 ഇതിനിടയിൽ നമ്മുടെ കൊളാജിൻ നഷ്ടപ്പെടാൻ തുടങ്ങും. കൊളാജിനാണ് നമ്മുടെ ബ്യൂട്ടിനെ എൻഹാൻസ് ചെയ്യിക്കുന്നത്. ഈ കൊളാജിൻ നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ കണ്ണുകൾ ടയേർഡ് ആവുന്നത്, റിങ്കിൾസുകൾ വരാൻ തുടങ്ങുന്നത്. ഇതിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ്. നമ്മൾ ടൂ മച്ച് വെയിൽ കൊള്ളുന്നു, ടയേർഡാവുന്നു. പ്രത്യേകിച്ച് ഈ +2 കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് പെൺകുട്ടികളും ആൺകുട്ടികളും തലതെറിച്ച രീതിയിലാണ് പോകുന്നത്. മനസ്സിലായി? അവർക്ക് അവിടെ കോഫി ഷോപ്പിൽ പോയിരിക്കുക, കുറച്ചു നേരം അവിടെ ഇരിക്കുക, അവിടെ പോവുക, അവർ കുറ്റം ആ ഒരു തിളപ്പാണ്, ആ ഒരു ടൈം അവർ എൻജോയ് ചെയ്യുവാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുളിച്ചെങ്കിൽ കുളിച്ച്, മുഖം കഴുകിയെങ്കിൽ കഴുകി, അങ്ങനെ കയറി കിടക്കും. അപ്പം നമുക്ക് സ്കിൻ റൊട്ടീൻ എന്ന് പറയുന്നത് റിപ്പയറിങ്ങിലൂടെയാണ് നന്നാക്കാൻ പറ്റുന്നത്. അപ്പം നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്തിട്ട് ഒരു റിപ്പയറിങ് സിറം, ബ്രാൻഡ്, നല്ല ബ്രാൻഡ്, ഇപ്പം ഓസിന് കിട്ടിയ ആസിഡും വാങ്ങി കഴിക്കും എന്നുള്ളവരാണ് മലയാളി. ആ ഒരു പ്രവണത പാടില്ല. ഇത് ബെസ്റ്റ് ഏതാണെന്ന് നമ്മൾ അതാണ്. അതൊരു ഡെർമറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു നല്ല ഒരു കോസ്മെറ്റോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ കണ്ടിട്ട് സജസ്റ്റ് ചെയ്തത് വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾക്കിപ്പം എല്ലാവർക്കും അപ്പർ റിസൾട്ട് കിട്ടണം. ഇന്നിട്ട് നാളെ അതെ ശരിയായില്ല, എത്ര മണിക്കൂറായി ഞാനൊരു ഡിമാൻഡ് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത് എൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫ്രണ്ട്, സുധി നൃത്ത അധ്യാപകൻ എന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനാണ്, സുധി. അപ്പൊ ഭയങ്കര ഡാൻസ് ഒക്കെ ചെയ്യുന്ന സുധി നൃത്തപ്രിയൻ എനിക്ക് മെസ്സേജ് അയച്ചു എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ. ചേച്ചി ഇതുപോലെ ഫേസ് വാഷ്, മോയ്സ്ചറൈസിങ് ക്രീം, സൺസ്ക്രീം പറഞ്ഞല്ലോ, നൈറ്റിൽ സിറം ഉപയോഗിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇത് ഞാൻ ഉപയോഗിച്ച്, ചേച്ചി പറഞ്ഞ ഡേറ്റ് വരെ ഞാൻ ഉപയോഗിച്ചു. സൂപ്പർ റിസൾട്ടായിരുന്നു ചേച്ചി. എൻ്റെ സ്കിന്ന് ഭയങ്കര ബെറ്ററായി. എനിക്ക് തന്നെ ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു. ഇപ്പോൾ എൻ്റെ സ്കിന്ന് കാണുമ്പോൾ ഞാൻ മറ്റേതിങ്ങനെ മേക്കപ്പ് ചെയ്ത് അങ്ങ് സ്കിന്ന് ഡാമേജ് ആയിരുന്നു. ഇപ്പോൾ എനിക്കത് അത് കൃത്യമായിട്ട് കൊണ്ടുപോകുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്യണം. അപ്പം ഇന്ന് വന്നിട്ടൊരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്ത്, ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യുന്നത് എന്താ, മെയിൻ്റനൻസ് ആണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡാമേജുകളെല്ലാം ക്ലിയർ ചെയ്യുവാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രാ ഫേഷ്യൽ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇത് എഫക്റ്റ് ഇരിക്കത്തില്ല. ആഫ്റ്റർ കെയറിങ് ഉണ്ട്, അത് നമ്മൾ ചെയ്യണം. അതിന് നമുക്ക് വേണ്ടുന്നത് കൃത്യമായിട്ടുള്ള വെള്ളം കൂടി, കൃത്യമായിട്ടുള്ള ഉറക്കം, പോസിറ്റീവ് തിങ്സുകൾ എടുക്കുക. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കൊണ്ടുവരരുത്. നമുക്കത് മുടി കൊഴിയും, താരനുണ്ടാകും, റിങ്കിൾസുകൾ ഉണ്ടാകും, കണ്ണിന് താഴത്ത് ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകും. പിന്നെ നമുക്ക് ഏജ് ഫീൽ ചെയ്യും, കൂടി വരുമ്പം ഏജ് ഫീൽ ചെയ്യും. അപ്പോൾ ഇതിനെല്ലാം പോംവഴി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക, കൃത്യസമയത്ത് ഉറങ്ങുക, കൃത്യസമയത്ത് എഴുന്നേൽക്കുക. ഇത് കഴിഞ്ഞാൽ ഫേസ് വാഷ് ചെയ്യുക, രാവിലെ മോയ്സ്ചറൈസിങ് യൂസ് ചെയ്യുക, സൺസ്ക്രീൻ, പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് സൺസ്ക്രീൻ ഇടുക. ഇനി പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ ഇപ്പോൾ ഈ ലൈറ്റ് പോലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. നമ്മുടെ വീട്ടിൽ വരുന്ന കതക് തുറന്നിട്ട് വരുന്ന അകത്തേക്ക് വരുന്ന സൂര്യപ്രകാശം പോലും നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കും. അപ്പോൾ നമ്മൾ ഫേസ് വാഷ് ചെയ്ത് മോയ്സ്ചറൈസിങ് ക്രീം ഇട്ട് ഒരു 5 മിനിറ്റ്സ് അത് അബ്സോർവ് ആയതിനു ശേഷം
സൺസ്ക്രീം അപ്ലൈ ചെയ്യുക. ഇത് കൃത്യമായിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ സ്കിന്ന് ദ ബെസ്റ്റായിട്ട് തന്നെയായിരിക്കും. 40-ലും 50-ലും 60-ലും 70-ലും നമ്മൾ നല്ല ചുറുചുറുക്കോടുകൂടി തന്നെ ഇരിക്കും. ഞാനിത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിക്കാം, നമ്മളിങ്ങനെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രോള് കണ്ടിട്ടുണ്ട്, ഈ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗേൾസിൻ്റെ സ്കിൻ ഇങ്ങനെ ഇരിക്കുന്നു, ചന്ദ്രിക സോപ്പ് ഇട്ട് കുളിച്ചിട്ട് ബോയ്സിൻ്റെ സ്കിന്ന് ഒരു കുഴപ്പമില്ലല്ലോ, അതെന്താ അങ്ങനെ അവർക്കൊരു പ്രശ്നം വരാത്ത? അവരങ്ങനെ പ്രശ്നം വരാത്തതൊന്നുമല്ല, അവരുടെ സ്കിന്ന് കുറച്ച് ഹാർഡാണ്. അവർക്ക് ഡാമേജ് വരാൻ സമയമാകുന്നതേ ഉള്ളൂ. അവർക്ക് ഡാമേജ് വന്ന ഒരു 1.5 ഡാമേജ് ആയിരിക്കും വരുന്നത്. ഭയങ്കരമായിട്ട് കുഴികൾ വരും, പിമ്പിൾസ് വന്നിട്ട് അതിങ്ങനെ അവർക്ക് ഇങ്ങനെ പൊട്ടിക്കുന്ന സ്വഭാവമുണ്ട്. അങ്ങനെ അത് സ്പ്രെഡായി മുഖം നിറച്ച് ഇങ്ങനെ എന്താ പറയാ മണല് പോലെ ഇരിക്കും. അത് കുറച്ചു കാലം കഴിയുമ്പോൾ മനസ്സിലാക്കിക്കോളും. അയ്യോ, എന്റെ ഫ്രണ്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട് ഇപ്പം ഞാൻ പണ്ട് അവന് വഴക്ക് പറയായിരുന്നു. ഞാൻ പറഞ്ഞു മര്യാദക്ക് ഫേസ് വാഷ് ചെയ്ത് സൺക്രീമും മോയ്സ്ചറൈസറും ഇട്ടണം. അപ്പൊ അയ്യോ എനിക്ക് ഇടുമ്പോ എന്തോ പോലെ. ഞാൻ പറഞ്ഞു നീ ഒരാഴ്ച ഇട്ട് നോക്ക്, അപ്പൊ ശരിയായിക്കോളും. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പം പുള്ളിക്കാരൻ ഇപ്പൊ അത് വേണം. അത് കൃത്യമായിട്ട് സൺസ്ക്രീം തീർന്നു, മോയ്സ്ചറൈസിങ് തീർന്നു, ഫേസ് വാഷ് തീർന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ചെയ്യണം. ഇപ്പൊ ഒരു സെലിബ്രിറ്റി നമുക്ക് ആളെ മേക്കപ്പ് ചെയ്യണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരിക്കും. അങ്ങനെ ആഗ്രഹമുള്ള ഒരു സെലിബ്രിറ്റി ഉണ്ടോ? പിന്നെ എന്റെ ലൈഫിൽ എനിക്ക് എന്റെ ദീപികനെ ഇനിയും ചെയ്യണം. ഒരു പ്രാവശ്യം ചെയ്തല്ലേ? അയ്യോ അതന്നല്ല, അന്ന് ദീപിക ആരായിരുന്നു ആകെ കൂടി അവള് രസ്ന, അവളെ ഐ ലവ് യു രസ്നയുടെ കുഞ്ഞിലത്തെ പരസ്യം അവളാ ചെയ്തത്. കുഞ്ഞുനാളത്തെ ഐ ലവ് യു രസ്ന എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അവള് മോഡലിങ് കാണുന്ന സമയത്ത് മോഡലായിരുന്നു. ഐശ്വര്യ എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ മൂവി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമേ ഉള്ളൂ. ആ സമയത്താണ് ആ കുട്ടി, അതായത് ഞങ്ങളുടെ ഫാഷൻ ഷോ കഴിഞ്ഞ് 4ാമത്തെ ദിവസമാണ് അംബിക മാമാണ് എൻ്റെ അടുത്ത് പറയുന്നത്, ഇതൊരു പിന്നെ ബോളിവുഡ് മൂവിയിലേക്ക് സ്ക്രീനിങ് കഴിഞ്ഞിരിക്കുവാണെന്ന്. സ്ക്രീനിങ് കഴിഞ്ഞിട്ടുണ്ട്, ഷോർട്ട് ലിസ്റ്റിൽ എങ്ങാണ്ട് വന്നിട്ടുണ്ട്, അത് കയറുമോന്നൊന്നും അറിയത്തില്ല. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഡെഫിനറ്റ്ലി ഈ കുട്ടി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ചേർക്കപ്പെടും 100%. അങ്ങനെ ദീപികയുടെ തലയിൽ ഞാനിങ്ങനെ കൈവച്ചിട്ട് ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി ദീപിക വരും. ഇപ്പോൾ ഒരുപാട് ഗോസിപ്സ് കേൾക്കും രഞ്ജുവിനെ പറ്റി. അപ്പം ഇതൊക്കെ ഇതുപോലെ ചിരിക്കും. ഇപ്പം ഒരുപാട് ചിരിക്കാൻ തോന്നിയിട്ട് അല്ലെങ്കിൽ എന്തോ അവർ ഈ പറയുന്നത് അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ഗോസിപ്പ് എന്തായിരിക്കും? അല്ല, ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ ആർട്ടിസ്റ്റുകളെ പറ്റി ഒരു മെയിൽ ആർട്ടിസ്റ്റിന്റെ കൂടെ നമ്മളൊരു ഫോട്ടോ എടുത്തിട്ട്, അതുകൊണ്ട് എനിക്കൊരു ഇപ്പൊ ചമ്മല. ഇപ്പൊ കഴിവതും ഏതെങ്കിലും മെയിൽ ആർട്ടിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാൻ ഇട വന്നാൽ ഞാൻ അവരുടെ കൂടെ സെൽഫി എടുത്തിട്ട്, ഞാനിപ്പോ പൊതുവെ ആരുടെയും കൂടെ എടുക്കില്ല, ഫീമെയിൽസിന്റെ കൂടെ എടുക്കാറില്ല. അപ്പം മെയിൽസിന്റെ കൂടെ എടുത്ത് പണ്ടത്തെ ഫോട്ടോസ് അങ്ങാണ്ടൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ കുറെ ചില പോസ്റ്റുകളുടെ താഴെ വന്നിട്ടുണ്ട്, ഇവള് ഈ ആർട്ടിസ്റ്റിന്റെ കൂടെ ആയിരുന്നു ഇത്രയും കാലം. അപ്പൊ ഞാനിങ്ങനെ അന്തച്ച് ദൈവമേ അത് എപ്പോ ഞാൻ പോലും അറിഞ്ഞില്ലല്ലോ. അങ്ങ് പേര് സഹിതം എഴുതി വെക്കുന്നത്, ആ ആർട്ടിസ്റ്റിന്റെ പേര് സഹിതം എഴുതി വെച്ചിരിക്കുന്നു. ഇവള് ഇവന്റെ കൂടെ ആയിരുന്നു, ഞങ്ങൾക്കറിയാം, ഇവരെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഇവരിവിടെ വെച്ച് കണ്ടിട്ടുണ്ട്, ഇവര് തമ്മിൽ ലിവിങ് ടുഗദർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ ആലോചിക്കും ഈശ്വര, അപ്പൊ ഞാൻ അത്ര ബ്യൂട്ടിയാണോ? അല്ല, ഞാൻ ആലോചിക്കും അവർക്ക് എന്തോരം. ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടിട്ടുള്ള ഗോസിപ്പ് എന്താ? ഇപ്പൊ അവസാനത്തെ ഗോസിപ്പ് എന്താ? ഇപ്പോഴത്തെ ഗോസിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് എവിടെയോ സ്ട്രോങ് ആയിട്ടുള്ള പ്രണയമുണ്ട്, അതിന്റെ നിരാശയിലാണ് ഞാനിപ്പം സ്റ്റാറ്റസുകൾ ഇടുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പോസ്റ്റുകൾ ഇടുന്നത്, റീൽസുകൾ. സ്റ്റാറ്റസിന്റെ കാര്യം പറഞ്ഞപ്പോഴാ, അതായത് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള സ്റ്റാറ്റസുകളും സ്റ്റോറികളും വരും. ഇതൊക്കെ ഉള്ളിൽ നിന്ന് എഴുതുന്നതാണോ, അനുഭവത്തിൽ ഇപ്പം നമുക്കിപ്പം രണ്ടിനെയും ബാലൻസ് ചെയ്യാം. ഇപ്പം എക്സ്പീരിയൻസ്ഡ് ആകാത്ത ഒരാൾ ചുമ്മാ എഴുത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പം രണ്ടും ഉണ്ടാവും. ഇപ്പം എൻ്റെ ലൈഫിലുള്ള എക്സ്പീരിയൻസ് ഞാൻ എഴുതും, പക്ഷെ ഒരു ഫ്യൂച്ചറിൽ സംഭവിക്കാം എന്നുള്ളതിനെ പറ്റിയും ഞാൻ എഴുതാറുണ്ട്. അപ്പോൾ കുറേ കുട്ടികൾക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, രഞ്ജുമ രാവിലെ രഞ്ജുമയുടെ ഒരു സ്റ്റാറ്റസ് കണ്ട ഒരു സന്തോഷവും സമാധാനമാണ്, നമുക്ക് ജീവിക്കാനുള്ള ഒരു പ്രചോദനം ആകും എന്നുള്ളത്. നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, അതായിരിക്കും നമ്മുടെ ലൈഫ് നടക്കുമോ നടക്കില്ലയോ, അതൊക്കെ നമുക്കറിയില്ല എന്താണ് നമുക്ക് ഫ്യൂച്ചറിൽ വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും രഞ്ജുവിന്? ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള പുതിയൊരു ആഗ്രഹമാണത്. നമ്മുടെ ഗംഗുബായി കണ്ടതിന് ശേഷം ഭയങ്കര ഒരു
എന്തോ ഒരു ഇൻസ്പിറേഷൻ അതിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സംതിങ് റിലേറ്റഡ് മൈ ലൈഫ്. അപ്പോൾ എനിക്ക് അത് കണ്ടതിന് ശേഷം എനിക്ക് ആലിയനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ മേ ബി ഈ മാസം അങ്ങാനും ഞാൻ ആലിയനെ കാണും, ബോംബെയിൽ കാണും. രഞ്ജുവിന്റെ സ്കിൻ കെയർ എന്താ? സ്കിൻ കെയർ റൊട്ടീൻ എന്താ? എൻ്റെ സ്കിൻ കെയർ എന്ന് പറയുന്നത് അറിയാമല്ലോ, ഒരു മെയിൽ ബോഡിയിൽ തളച്ചിട്ടപ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു ഞാൻ. അപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് മെയിൽസിൻ്റെ സ്കിന്നുകൾ എപ്പോഴും ഹാർഡായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ബേബി സ്കിൻ എന്ന് പറയുന്ന ഒരു 15 വയസ്സ് വരെയൊക്കെ നമുക്കൊരു ബേബി സ്കിന്നിൽ പോകും. പക്ഷെ ആ ബേബി സ്കിൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ SSLC കഴിഞ്ഞ് ഞാൻ ഇഷ്ടിയക്കളത്തിലേക്ക് ജോലി ചെയ്യാൻ പോകുന്നത്. ആ ഇഷ്ടിയക്കളത്തിലെ ഇഷ്ടിയ കളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു മരത്തണൽ പാടില്ല. ഭയങ്കര ചൂടല്ലേ? 45 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ അത്രയും സന്തോഷമായിരിക്കും അന്ന് മുതലാളിക്ക്. അപ്പോൾ അത്രയുള്ള ഒരു സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോവുക. 15 വയസ്സേ ഉള്ളൂ. അപ്പോൾ എൻ്റെ സ്കിൻ എത്രത്തോളം ഡാമേജ് ആകുമെന്ന് ഓർക്കണം അല്ലേ. അപ്പോൾ ആ കുറേ കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ സ്കിന്നെല്ലാം ഡാമേജായി, കംപ്ലീറ്റ്ലി പോയി, നശിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം ഈ അലച്ചിലും പിലിച്ചിലും ഒക്കെ ആയി. അപ്പൊ എൻ്റെ ഒരു എന്താ പറയാ, എൻ്റെ സ്ത്രീയിലേക്കുള്ള ജേർണി കുറെ ലേറ്റായിട്ടായിരുന്നു. ഞാനത് എപ്പോഴും പറയും, എൻ്റെ സ്ത്രീയിലേക്കുള്ള ജേർണി ലേറ്റായിട്ടാകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് എവർ ഇറ്റ് ഈസ് ഹൂ ആം ഐ, അതെനിക്ക് രജിസ്റ്റർ ചെയ്യണം. അതർവൈസ് ഞാൻ വെറുതെ പോയി എന്നിലെ സർജറികൾ പൂർത്തിയാക്കിയാൽ എനിക്ക് എങ്ങും എത്താൻ പറ്റില്ല എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു. അപ്പം എനിക്ക് എൻ്റെ പ്രൊഫഷൻ ഞാൻ കൈയടക്കി എനിക്ക് അവിടെ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ സ്ത്രീയിലേക്കുള്ള യാത്ര, പൂർണ്ണതയിലേക്കുള്ള യാത്ര സെലക്ട് ചെയ്തത് കൊണ്ടാണ് ഒരുപക്ഷെ ഇന്ന് ഞാനൊരു ഓൺട്രപ്രണറായിട്ട് ഇവിടെ ഇരിക്കുന്നത്. അതർവൈസ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കാമാത്തിപുരത്തിലേക്കോ അല്ലെങ്കിൽ ഹൈദരാബാദിലോ ഡൽഹിയിലോ ബാംഗ്ലൂരോ ചെന്നൈയിലോ എവിടെയെങ്കിലും ജീവിച്ച് തീർക്കേണ്ടി വന്നേനെ. 100% ഉറപ്പാണ്. അപ്പം ഞാൻ എൻ്റെ കരിയറിന് ഞാൻ അത്ര ഇമ്പോർട്ടൻ്റ് കൊടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെയായി. അപ്പോൾ എൻ്റെ സ്ത്രീയിലേക്കുള്ള യാത്ര വന്നപ്പോൾ എൻ്റെ സ്കിൻ എനിക്കതൊരു ചോദ്യചിഹ്നമായി മാറി. പിന്നെ എനിക്ക് എൻ്റെ സ്കിന്ന് റിപ്പയറിങ് ആയിരുന്നു. റിപ്പയറിങ് ചെയ്ത് ഞാൻ വീട്ടിൽ പറയും, ഹരണിയോടൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞു കിടന്ന് ചിരിക്കാറുണ്ട്. അപ്പോൾ അവളെ അമ്മയുടെ കാര്യം സമ്മതിക്കും, അമ്മയുടെ ഒരു പട്ടുസാരി എടുത്തോണ്ട് പോയാലോ അമ്മയുടെ മാല എടുത്തോണ്ട് പോയാലോ ഒന്നും പ്രശ്നമില്ല. അമ്മയുടെ സ്കിൻ പ്രോഡക്റ്റിനകത്താണ് ആരെങ്കിലും തൊട്ടെന്ന് അറിഞ്ഞ പണി. സ്കിൻ കെയറിന് വേണ്ടി ചെയ്യുന്നത് ഞാൻ എന്താ പറയാ, ഞാൻ കുറേ കാര്യങ്ങളുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല. അല്ല, അതിന് എനിക്ക് ആദ്യം താങ്ക്സ് പറയേണ്ടത് ഡോക്ടർ അഞ്ജന മോഹനോടാണ്. സീരിയസ്ലി സ്കിൻ സീക്രട്ട് ഇതിൻ്റെ ഒരു പരസ്യമായിട്ട് ആരും കാണരുത്, സത്യമായിട്ട്. കാരണം അഞ്ജന ഡോക്ടർ കൈ തൊട്ടില്ലായിരുന്നെങ്കിൽ രഞ്ജുമാറിൻ്റെ സ്കിന്ന് ഇത്രയെങ്കിലും ഒരു 60% ഇത്രയും വൃത്തിയായിട്ട് ഞങ്ങൾക്ക് ഡാമേജ് തോന്നുന്നില്ല. അല്ല, ഞാൻ പറയാം, ഒരു 60% ബെറ്റർ ആക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൺലി അഞ്ജന മോഹൻ. സീരിയസ്ലി അത് അത്രയ്ക്ക് പണിയെടുത്തിട്ടുണ്ട്, അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ലേസർ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്കിന്നൊക്കെ പൊള്ളി അടന്നു പോയിട്ടുണ്ട്. ഇനി ഒരിക്കലും അത് തിരിച്ചു വരുമോ എന്നറിയത്തില്ല, പാട് വരുമോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഞാൻ റിപ്പയറിങ് ചെയ്ത് ഇപ്പൊ ഞാൻ കൊറിയനിലെ പ്രോഡക്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓ മൈ ഗോഡ്, ഗ്ലാസ് സ്കിന്നിലോട്ടുള്ള യാത്രയാണ്. ഡെഫിനറ്റ്ലി ഒരു 6 മന്തിനുള്ളിൽ അല്ലെങ്കിൽ ഞാൻ കൊറിയൻ പോയിരിക്കും. അവിടെ ചെന്ന് ഞാൻ വാങ്ങും. അല്ല, കൊറിയൻ പ്രോഡക്റ്റ് ദുബായിൽ കിട്ടുമല്ലോ. ഇവിടേക്ക് ഒരുപാട് പ്രൊഡക്ട്സിന് ദുബായിൽ എന്തായാലും കൊറിയൻസിന്റെ ഷോപ്പുണ്ട്. അവിടെ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന ഒരു സലൂൺ ഉണ്ട് ദുബായിൽ. അപ്പോൾ അവർ കൊറിയൻസ് ആണ്. അപ്പോൾ അവർ നല്ല പ്രൊഡക്റ്റുകൾ നമുക്ക് സജസ്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ ഏതെങ്കിലും ഒരു 3 സ്കിൻ കെയർ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഏതായിരിക്കും പെട്ടെന്ന് എടുക്കുന്നത്? അതായത് ഇതെനിക്ക് ഇതില്ലാണ്ട് ഞാൻ എങ്ങോട്ടും പോയില്ല, ബാക്കിയൊക്കെ പിന്നെ എനിക്കറിയാം ഒന്നും കളയാൻ പറ്റില്ല. കീൽസിന്റെ ഫേസ് വാഷ് ഞാൻ എപ്പോഴും എൻ്റെ കൈ കരുതും ഉണ്ടാവും. പിന്നെ ദീപിക പതുക്കോന്റെ 82 ഡിഗ്രിയുടെ നല്ലതാണല്ലേ, 82 ഡിഗ്രി സൺസ്ക്രീം, അതൊരിക്കലും ഞാൻ കളയില്ല, അതെൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാകും. പിന്നെ എന്താ പറയുക, കൊളാജിൻ പൗഡർ എല്ലാ ദിവസവും രാവിലെയാണോ കൊളാജിൻ പൗഡർ? വയറും വയറ്റില് ഫസ്റ്റില് എഴുന്നേറ്റ ഉടനെ അത് കഴിക്കും. പിന്നെ രാത്രിയിൽ ഒരു പിന്നെ ഹെയർ, സ്കിന്ന്, നെയില്, ഇതിന്റെ അത് 3 കൂടി ചേർത്തിട്ടുള്ള ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്. അത് വൈറ്റമിൻസിൻ്റെതാണ്. പിന്നെ വൈറ്റമിൻ സി സിറം നൈറ്റിൽ യൂസ് ചെയ്യും. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും എത്ര സങ്കടപ്പെട്ടാലും ആരെങ്കിലും ഞാൻ രാത്രി പോയിട്ട് കളാന്ന് പറഞ്ഞപ്പോൾ ഫേസ് വാഷ് ചെയ്ത് ഈ സിറം എടുത്ത് ഞാൻ തൂത്തിട്ട കിടക്കുന്നു.
സത്യമായിട്ട് അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടല്ലേ. ഈ അടുത്ത ദിവസങ്ങളെല്ലാം ഭയങ്കര ഡെസ്പായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാം, ഞാൻ ഭയങ്കര ഡെസ്പാണ് താനും, രാത്രി ആയാലും എനിക്ക് ഇത് ചെയ്യാതിരിക്കാനും പറ്റും. കരഞ്ഞിട്ടാണെങ്കിലും ഞാൻ സ്കിൻ കെയർ ചെയ്തിരിക്കുക. കരഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ ഫേസ് വാഷ് ചെയ്ത് സ്കിൻ കെയറും ചെയ്തിട്ടേ കിടന്ന് ഉറങ്ങുള്ളൂ കേട്ടോ. ആണല്ലേ. അതേപോലെ ഇപ്പൊ മേക്കപ്പ് പ്രൊഡക്ട്സിന്റെ കാര്യം എടുക്കാം. ഇപ്പൊ മേക്കപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഇല്ല. പക്ഷെ ഇപ്പൊ സ്കിൻ ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത പോലെ ഫീൽ ചെയ്യുന്നു. അപ്പൊ ഇപ്പൊ തൊട്ട് കാണിച്ചു തരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ഒരു 3 മേക്കപ്പ് പ്രൊഡക്ട്സ്, അതിപ്പോ ലിപ്സ്റ്റിക് എന്ത് വേണേലും ആയിക്കോട്ടെ, ഇത് 3 എനിക്ക് എന്തായാലും വേണം, ബാക്കി ഒന്നും ഇല്ലെങ്കിലും എനിക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന ഒരു 3 എണ്ണം പറയാവോ? പ്രാഡോയുടെ പ്രൈമർ, പ്രാഡോ ലേറ്റസ്റ്റ് ഇറങ്ങിയതാണ്. പ്രാഡോയുടെ പ്രൈമർ, ടാർട്ടിന്റെ ഒരു കൺസീലർ, ബോബി ബ്രൗണിന്റെ ഒരു ഫിക്സിംഗ് സ്പ്രേ. ഇതാണ് ഏറ്റവും ഫേവറേറ്റ്. അപ്പൊ ഞാനിപ്പോ അങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രാഡോയുടെ പ്രൈമർ അപ്ലൈ ചെയ്യും, അതിനുശേഷം ടാർട്ടിന്റെ ഒരു കൺസീലർ അപ്ലൈ ചെയ്യും, എന്നിട്ട് ഈ ഫിക്സിംഗ് സ്പ്രേ അടിക്കും. അതിന്റെ പൗഡർ സെറ്റിംഗ് കൊടുക്കില്ല. ഇല്ല അല്ലേ? ഓ, അപ്പൊ തന്നെ നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ഫിനിഷ് ലുക്ക് വരും. നമ്മുടെ സ്കിന്നുമായിട്ട് അതങ്ങ് മേർജ് ആയി പോകും. ഇത് ചൂസ് ചെയ്യുമ്പോഴും ഇപ്പൊ ഈ പറയുന്ന കൺസീലർ ചൂസ് ചെയ്യുമ്പോൾ വരെ അതിന്റെ ഒരു കളർ നമ്മുടെ സ്കിൻ ടോൺ ഭയങ്കര. അപ്പൊ അതെങ്ങനെ ഇപ്പം സാധാരണ ഒരു കുട്ടിക്ക് ഞാനൊരു മീഡിയം ടാൻ കാറ്റഗറി പെട്ടതാണ്. അപ്പൊ അതിന്റെ തന്നെ ഈ മീഡിയം ടാൻ കാറ്റഗറിയിൽ തന്നെ ഹണി വരും, ബ്രൗൺ വരും, ചോക്ലേറ്റ് വരും, അതിൽ തന്നെ കുറെ നമ്പേഴ്സ് വരും. അപ്പൊ അത് സെലക്ട് ചെയ്യാന്നുള്ളതാണ് ടാസ്ക്. അതെങ്ങനെ? അത് നമ്മൾ നോക്കി തന്നെ എടുക്കണം. നോക്കി എടുക്കണം. ഇപ്പൊ ചിലത് ഓക്സിഡൈസ് ആകും, മനസ്സിലായി. നമ്മുടെ വെതർ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. ഇപ്പൊ ബാംഗ്ലൂർ ക്ലൈമറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്റ്റെയിൻ ചെയ്തു പോകുന്നതാണ്. സോ കേരളത്തിലെ വെതർ എപ്പോഴും ചേഞ്ച് ആവും, ഇപ്പൊ തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പം അത് ഓക്സിഡൈസ് ആകും. അത് നമ്മുടെ സ്കിന്നിന് എത്രത്തോളം സൂട്ടബിൾ ആണെന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഓക്സിഡൈസ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു പൊടി മുകളിൽ നിൽക്കുന്നത് എടുത്താൽ മതി, മനസ്സിലായോ? പെർഫെക്റ്റ് സ്കിൻ ടോൺ എടുക്കാതെ മുകളിലെടുക്കുക. അപ്പം ഇത് ഓക്സിഡൈസ് ആകുമ്പോൾ ഇത് ബാലൻസ് ആവും. അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ഓക്കെ. എന്തൊക്കെയാ ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാൻസുകൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു അധ്യാപിക എന്ന് പറയുന്ന ഒരു ലെവലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഏതോ ഒരു ദ ബെസ്റ്റ് അധ്യാപികയ്ക്കുള്ളൊരു അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് കേരള ഗവൺമെൻറ്റിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു അത്. അപ്പം എൻ്റെ ഈ ഒരു അക്കാഡമി, ബ്യൂട്ടി അക്കാഡമി ഉണ്ടല്ലോ, എനിക്ക് കേരളത്തിൽ ഒരു കോസ്മെറ്റോളജി കോളേജ് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രാരംഭ പരിപാടികളൊക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ക്യാമ്പസ് ഒക്കെ ഉള്ള ഒരു കോസ്മെറ്റോളജി കോളേജ്. അപ്പം അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള എന്താ പറയുക അധ്യാപകരെ വെച്ചിട്ട് നമുക്ക് പഠിപ്പിച്ച് അത് അവിടെ ഒരു പ്രിൻസിപ്പളായിട്ടും അവരുടെ ടീച്ചറായിട്ടും ഒക്കെ എനിക്ക് നിൽക്കണം. ഫ്യൂച്ചറിൽ ഒരുപാട്, അതായത് ഫോറിൻ കൺട്രീസിലേക്കൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉള്ളതാണ് മേക്കപ്പ് ഫീൽഡ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കോസ്മെറ്റോളജി ഫീൽഡിന്. അപ്പോൾ അത് കൃത്യമായിട്ട് വെറും ഒരു മേക്കപ്പ് പഠിക്കുന്നതിനേക്കാൾ ഉപരി ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്കിൻ എന്താണെന്നും സ്കിന്നിൻ്റെ അനാറ്റമി എന്താണെന്നും ഒക്കെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു കോസ്മെറ്റോളജി കോളേജ് എനിക്ക് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ യാത്രയിലാണ്. ബ്ലെസ്സിങ് ഫ്രം ഗോഡ് 2025-26 ഒക്കെ ആകുമ്പോഴത്തേക്ക് അടിപൊളി. ഓക്കെ. അപ്പം നമ്മുടെ എൻഡിലോട്ട് വരുവാണ് നമ്മളുടെ ഈ ഒരു കോൺവെർസേഷൻ്റെ. ഞാനും ഭയങ്കര ഹാപ്പിയാണ്, കാരണം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി നമ്മൾ കാണുമ്പോൾ ആ കോളേജിൻ്റെ പ്രിൻസിപ്പൾ ആവട്ടെ, ഞാനൊരു പ്രിൻസിപ്പലിനെ ഇന്റർവ്യൂ ചെയ്യട്ടെ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലെസ് യു. ഐ ആം സോ ഹാപ്പി ടു ഹിയർ. കാരണം എനിക്കും കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞു. ഒരു എന്താ പറയുക, അതിനിടയിൽ കുറേ എങ്ങോട്ടൊക്കെ നമുക്ക് സഞ്ചരിക്കാൻ കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു.